ഇവിടെ ഒരു പയ്യൻ അവന്റെ വീടിന്റെ ഓണറിനോട് ഈ മാസം എന്തായാലും വാടക തരുമെന്ന് പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു സ്ത്രീ അവനോട് ഒരു കോള് ചെയ്യണം, ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ ഫോൺ കൊടുത്തപ്പോൾ അവൾ ആരെയോ വിളിച്ച് വല്ലാതെ മോശമായി സംസാരിച്ച് അവളുടെ കുഞ്ഞിന്റെ കയ്യിൽ അവളുടെ ഫോൺ കണ്ട് അവളുടെ കയ്യിൽ ഫോൺ ഉള്ളപ്പോൾ എന്തിനാണ് എന്റെ ഫോൺ വാങ്ങിച്ചതെന്ന് ആലോചിച്ച് അവൻ കൺഫ്യൂസ് ആകുന്നു. എന്നാൽ കോള് കഴിഞ്ഞ് ഫോൺ തിരിച്ചു കൊടുത്ത് അവൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് എത്തി കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം അവൾ ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ അവളുടെ ഫോൺ കാണാനില്ല. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡ് അവളോട് കാറിലും ഫോണില്ല എന്ന് പറഞ്ഞ് അവൾ സെക്യൂരിറ്റി ഗാർഡിന്റെ ഫോൺ വാങ്ങിച്ച് അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അത് അറ്റൻഡ് ചെയ്തത് അവൾക്ക് പുറത്തുനിന്ന് ഫോൺ കൊടുത്ത പയ്യനാണ്. മകൻ ഫോൺ ഉപയോഗിച്ച് കളിച്ചപ്പോൾ അതറിയാതെ താഴെ വീണതാണ്. ഞാനൊരു കോഫി ഷോപ്പിലുണ്ട്, ഇവിടേക്ക് വന്നാൽ ഫോൺ ഞാൻ തരാമെന്ന് പറയുന്നു. എന്നാൽ വരുമ്പോൾ ഒരു 5 ലക്ഷം രൂപയും കൊണ്ടുവരാൻ പറയുന്നു. അവൾ ആ ഫോണിന്റെ വില വെറും 1 ലക്ഷം മാത്രമേ ഉള്ളൂ, അത് തിരിച്ചു തരാൻ നിനക്കെന്തിന് 5 ലക്ഷം എന്ന് ചോദിച്ചപ്പോൾ ഫോണിനകത്തുള്ള കാര്യങ്ങൾ വളരെ വലുതാണെന്ന് അവൻ പറയുന്നു. എന്നാൽ അവൾ കാര്യം ചോദിച്ചപ്പോൾ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഭർത്താവിനെ ഇവിടെയുള്ള നിങ്ങളുടെ പുതിയ ബന്ധത്തെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുന്നു. കാരണം ഭർത്താവിനെ ചതിച്ച് അവൾക്ക് നാട്ടിൽ മറ്റൊരു പയ്യനുമായി ബന്ധമുണ്ട്. 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഫോണിലുള്ള എല്ലാ വീഡിയോസും അവൻ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് മാനം രക്ഷിക്കാൻ വേണ്ടി അവൾ അവന് പറഞ്ഞ പണം കൊടുത്ത് അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുന്നു.